മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു. കശുവണ്ടി ശേഖരിക്കാൻ പോയ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 13-ാം ബ്ലോക്കിലാണ് സംഭവം. പ്രദേശത്ത് വനം വകുപ്പിനെതിരെ പ്രതിഷേധമുയർന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, വനം വകുപ്പിനെതിരെയുള്ള ആ ഒരു ജനരോഷം, പ്രദേശവാസികളുടെ രോഷം ഇപ്പോൾ പ്രതിഷേധ തീയായി ഇപ്പോൾ പടർന്നിരിക്കുന്നു പ്രദേശത്ത്. കാളിദാസ്, ഈ പ്രദേശത്ത് ഈ ആറളം 13-ാം ബ്ലോക്കിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കനക്കുന്നത്. പ്രധാനമായും സംഭവ സ്ഥലത്ത് ഇപ്പോൾ മരിച്ച അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ ആദിവാസി ദമ്പതിമാരുടെ മൃതദേഹം ആംബുലൻസിലാണ്. ആംബുലൻസ് വരെ ഈ നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട്. പ്രധാനമായും കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, കളക്ടറും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ ഇപ്പോൾ മൃതദേഹം വിട്ടുകൊടുക്കുക ഇപ്പോൾ നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. അതേസമയം തന്നെ ഒരു സ്ഥലത്ത് പ്രതിനിധികളും സബ് കളക്ടറും തമ്മിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. അത് പ്രധാനമായും ഈ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായും ഇപ്പോൾ പ്രദേശവാസികൾ എല്ലാം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഈ ഏകോപനത്തിൽ ഏത് വകുപ്പിന്റെ പിഴവാണ് സംഭവിച്ചതെന്ന ഒരു കാര്യം വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം തന്നെ നഷ്ടപരിഹാരം അടക്കം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഇപ്പോൾ ആറളം ഫാമിലെ 13-ാം ബ്ലോക്ക് ആറളത്ത് നാളെ ഒരു UDFും അതുപോലെ BJPയും ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായും വനവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും തന്നെയാണെന്ന് തീർച്ചയായും പറയാം. ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ 11 ജീവനുകൾ പൊലിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം കനക്കുന്നത്. നമുക്കറിയാം, വയനാട്ടിലും ഇതുപോലൊരു കാട്ടാനയുടെ ആക്രമണത്തിലും പഞ്ചാരക്കുളിയിൽ ഒരു കടുവയുടെ ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സാഹചര്യത്തിലുമെല്ലാം UDF എല്ലാം പ്രതിപക്ഷമെല്ലാം ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മുന്നോട്ട് ഇറങ്ങിയിരുന്നു. അത് തന്നെയാണ് നാളെ കണ്ണൂർ ഇരിട്ടിയിലെ ആറളം ഫാമിലും സംഭവിക്കാൻ പോകുന്നത്. നാളെ ഈ പ്രധാന പാർട്ടി പ്രതിപക്ഷമായ UDFും അതുപോലെ തന്നെ BJPയും ഇപ്പോൾ നാളെ ഈ ആറളം ബ്ലോക്കിൽ ആറളം പഞ്ചായത്തിൽ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എ കെ ശശീന്ദ്രൻ അടക്കമുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കനക്കുന്നത്. പ്രധാനമായും നിരന്തര പരാതി നൽകിയിട്ടും ഈ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിലും മറ്റു വന്യജീവി ആക്രമണത്തിലും യാതൊരു തുടർ നടപടി സ്വീകരിക്കാത്ത ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സബ് കളക്ടറും ജനപ്രതിനിധികളും ഈ പ്രദേശവാസിയും ചേർന്ന് ഇപ്പോൾ യോഗം തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ മൃതദേഹം ഇനി ഈ ആംബുലൻസിലുള്ള അല്ലെങ്കിൽ നാട്ടുകാർ തടഞ്ഞു വെച്ച മൃതദേഹം തൊട്ടു പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റുക. എന്തായാലും പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ കനക്കുകയാണ്. അതേസമയം തന്നെ കണ്ണൂരിലെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ആറളം ഫാമിലെ 13-ാം ബ്ലോക്കിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ദമ്പതികളായ 2 പേരുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ നാളെ ഇപ്പോൾ ഈ ഒരു അടിയന്തര യോഗം വനമന്ത്രി എ കെ ശശീന്ദ്രൻ വിളിച്ചിരിക്കുകയാണ്. ഈ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ജില്ലാ കളക്ടറാണ് നാളെ ഒരു അടിയന്തര യോഗം ഈ പ്രദേശത്ത് വിളിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ അല്ലെങ്കിൽ വനംവകുപ്പ് വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. എന്തായാലും 2 മാസത്തിനിടെ 11 ജീവനുകൾ നിലവിൽ ഇതുവരെ 11 ജീവനുകളാണ്. ഈ സംഖ്യയും കൂട്ടുക അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന കാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് 2 മാസത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് 13 പേരാണ്. ആ പട്ടിക ഈ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ മലയോര ജനങ്ങളെ അല്ലെങ്കിൽ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ ഭീതിയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവടക്കം VD സതീശൻ അടക്കം ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ മലയോര മേഖലയിൽ ജീവിക്കുന്ന ഈ സാധാരണക്കാരെ അല്ലെങ്കിൽ പ്രധാനമായും തോട്ടം തൊഴിലാളികളെയും കർഷകരെയും ഈ സർക്കാർ അല്ലെങ്കിൽ വനംവകുപ്പ് ഒരു കൊലക്ക് കൊടുക്കുകയാണെന്നാണ് ഇപ്പോൾ പ്രധാനമായും പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് കണ്ണൂർ ആറളം ബ്ലോക്കിലെ ഈ 13-ാം ബ്ലോക്കിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കനക്കുകയാണ്. പ്രധാനമായും പറയുന്നത് വനവകുപ്പ് ഉദ്യോഗസ്ഥരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ അടക്കമുള്ള ഈ സമീപ മേഖലയിൽ എത്തണം. ഈ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ഈ സാഹചര്യത്തിൽ അതിന് അടിയന്തരമായി അല്ലെങ്കിൽ ഇനിയൊരു മരണം സംഭവിക്കാത്ത രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം എന്നൊരു ആരോപിച്ചാണ് ഇപ്പോൾ പ്രധാനമായും നാട്ടുകാർ പ്രദേശത്ത് പ്രതിഷേധിക്കുന്നത്. അതേസമയം തന്നെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രദേശത്തെ
ജനങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ തുടർ നടപടിയുമായി ഭാഗമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ ആദിവാസി ദമ്പതികളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുക. എന്തായാലും നാളെ ഈ പ്രദേശത്ത് ആർളം പഞ്ചായത്തിൽ UDF-ഉം അതുപോലെ തന്നെ BJP-യും ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കാളിദാസ്. ശരി രാജേഷ്.